to dear guests. You may kindly take your seats now. Down 999 ആണ്. Down 999 വേണ്ടിയിട്ടാണ് എന്നെ ആദ്യമായിട്ട് എരിസ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത്. അന്ന് തുടങ്ങിയ സിനിമയുടെ ഭാഗമായിരുന്നില്ല, ഭാഗമാവാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജലത്തിൻ്റെ ഭാഗമായി, അത് പ്രതീക്ഷിക്കാതെ പപ്പേട്ടൻ പറഞ്ഞതുപോലെ അവസാനം അത് എരിസിലേക്ക് വരുന്നതാണ്. അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്, ശരിക്കും ആ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത ബിജുവേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ പൂജയിലും പ്രിയങ്ക വരണം എന്ന് പറഞ്ഞ് അഭിനയിച്ചേച്ചി അന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഇപ്പോൾ ഈ പടം വരുമ്പോൾ ബിജുവേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു പടമാണ്, പ്രിയങ്ക ഒന്ന് കഥ കേൾക്കണമെന്ന് പറഞ്ഞു. ഞാൻ ദുബായിലുണ്ടായിരുന്നു, സോൻ സാറിൻ്റെ വീട്ടിൽ പോയി. സാർ എന്നെ ആ വീഡിയോ മുഴുവൻ, സാർ നേരത്തെ പറഞ്ഞ് അരുൺ ചെയ്തിരുന്ന ആ ഷോർട്ട് ഫിലിം എന്നെ കാണിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു നല്ലൊരു ത്രെഡ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞൊരൊറ്റ കാര്യമാണ്, കുറച്ച് പുതിയ ചെറുപ്പക്കാരാണ്, അത് സിനിമയെ ഭയങ്കരം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഇതൊരു കുഞ്ഞു സിനിമയാണ്, പക്ഷെ അത് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു സിനിമ പുറത്തു വന്ന ഒരുപാട് പേർക്ക് അത് സിനിമയിലേക്കുള്ള ഒരു വലിയ അവസരമായിരിക്കും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വാതിലായിരിക്കും തുറക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കഥ ഇഷ്ടമായിരുന്നു, കഥാപാത്രം ഇഷ്ടമായിരുന്നു. ഞാനും അതിൻ്റെ ഭാഗമായിട്ട്, ആ യാത്രയുടെ ഭാഗമായിട്ട് തുടങ്ങിയത് അവിടെ നിന്നാണ്. ഒരുപാട് സന്തോഷം. അതിൻ്റെ ഡയറക്ടറെ പറ്റി പറയണം. തീർച്ചയായിട്ടും അരുൺ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളല്ല, അദ്ദേഹം ഒരു MRI ടെക്നീഷ്യൻ അല്ലേ സാർ, ഖത്തറിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു MRI ടെക്നീഷ്യനാണ്. അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനാണ്. നിങ്ങളെ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ പെട്ടെന്ന് തന്നെ അരുൺ ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും കേട്ടോ, എഡിറ്റിംഗ് ചെയ്യും, എല്ലാം വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന ഒരാൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പം ആ ഒരു യാത്രയുടെ കൂടിയ ഒരാളാണ് ഞാൻ. അത് തീർത്തും പറയുന്നു, ഒരു കുഞ്ഞ് നല്ല സിനിമയാണ്, മനോഹരമായിട്ടുള്ളൊരു ത്രെഡാണ്. അപ്പോൾ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒരു കൂട്ടമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വാതിലിൻ്റെ തുടക്കം. അനീഷ് എല്ലാവരും ഉണ്ട് ഇവിടെ, വിയാൻ, എനിക്ക് പിന്നെ അറിയില്ല കേട്ടോ, പിന്നീടാണത് വിയാനായത്. കാര്യം ജലം തൊട്ടുള്ളൊരു ബന്ധമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് പപ്പേട്ടനാണ്. കുറേ നാളിന് ശേഷമാണ് കേട്ടോ പപ്പേട്ടനെ കാണുന്നത്. ഈ വേദി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതുപോലെ IMA ഹാളിലാണെന്ന് തോന്നുന്നു നമ്മൾ ജലത്തിൻ്റെ ഒരു ഓഡിയോ റിലീസ് നടത്തിയതാണ്. എൻ്റെ കരിയറിലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഞാൻ എപ്പോഴും ചേർത്ത് വയ്ക്കുന്ന ഒരു കഥാപാത്രമാണ് ജലത്തിലെ സീതാലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമ, അപ്പോൾ എനിക്ക് പപ്പേട്ടനാണെങ്കിലും സോഹൻ സാറാണെങ്കിലും ഒക്കെ എൻ്റെ കരിയറിൻ്റെ ഈ യാത്രയിൽ എനിക്കൊരിക്കലും ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. സിബി സാർ, ഒരുപാട് സന്തോഷം. ഈ വേദിയിലേക്ക് അങ്ങയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ വലുതാണ്. എന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. മീഡിയ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരത്തിൽ ഞങ്ങളുടെ ഇങ്ങനെ ഒരു പടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർന്നും നിങ്ങളുടെ എല്ലാ പേരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഈ ഒരു കുഞ്ഞു ചിത്രത്തിനെ വിജയിപ്പിക്കണം. അത് തീർച്ചയായിട്ടും ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സിനിമയോടുള്ള ഒരു ഭയങ്കര ഒരു അഭിനിവേശമാണ്. അത്തരത്തിലുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമസ്കാരം. അഭിൻജിജി, സ്നേഹം മാത്രം. അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ മീഡിയയിലൊക്കെ അത് കാണാറുണ്ട്. വളരെ കാലികമായ വിഷയങ്ങളെക്കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായി. അപ്പോൾ ആ ഒരു കഴിവ് ഉള്ള ആൾക്ക് ഒരിക്കലും ഏത് ബിസിനസ്സിൽ പോയാലും ഏത് തൊഴിലിൽ പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരാതിരിക്കാനും കഴിയുകയില്ല. ഇതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു. ഒരുപക്ഷെ മലയാളത്തിലുള്ള ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഇതിനു മുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമയെന്ന് പറയുന്ന ഒരു പാഷനുള്ളിൽ ദീർഘകാലമായിട്ട് കൊണ്ട് നടക്കുന്നതിനാണ്. കമലിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത കഥകളൊക്കെ കമൽ പറഞ്ഞിട്ടുണ്ട്, കമലിനോട് അസിസ്റ്റ് ചെയ്യാൻ പോയ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്നും ഉള്ളിൽ ആ ഒരു പാഷനെ കൊണ്ടു നടക്കുന്ന, അത് കെട്ടുപോകാതെ അത് ജ്വലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു മനസ്സുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഡക്ഷൻ്റെ ബാനറിൽ അവർക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. ഈ ഒരു സിനിമ ഇന്ന് നമ്മൾ കണ്ട വിഷ്വൽസ്, പാട്ടുകൾ എല്ലാം തന്നെ പക്ഷേ ഒരു വലിയ വിജയം അറിയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു
ഒരുക്കം പുറകിൽ നടക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിനറിയിക്കുന്ന വിജയമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും ഒരു വെരി ഗുഡ് ഈവനിങ്. പ്രിയങ്ക നേരത്തെ പറഞ്ഞ പോലെ വിപിനിൽ നിന്ന് വിയാനിലേക്കുള്ളൊരു ദൂരമാണ് ഇന്നിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാലക്കാട് നിന്നുള്ള ഒരു ഉൾപ്രദേശത്ത് സിനിമ സ്വപ്നം കണ്ടു നിന്ന എന്നെ 12ഓളം സിനിമ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിലേക്ക് പ്രാപ്തനാക്കിയിട്ടുള്ളത്, അതിൽ ദൈവം കഴിഞ്ഞാൽ അടുത്ത എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ഈ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറും എൻ്റെ മെന്ററുമായിട്ടുള്ള സോൺറോയ് സാറുകളാണ്. അദ്ദേഹമില്ലെങ്കിൽ ഞാനില്ല. അതിനോടൊപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏരീസ് ഗ്രൂപ്പിലൊരു എംപ്ലോയി കൂടിയാണ്. നിങ്ങൾക്കറിയാം, പല വലിയ നടന്മാരും പല ഇൻ്റർവ്യൂസിനും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല. എനിക്ക് എൻ്റെ ജോലിയും സിനിമയും പാരലായിട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ തന്നിട്ടുള്ളത് ഏരീസ് ഗ്രൂപ്പും ഇവിടുത്തെ എൻ്റെ ഏരീസ് ഫാമിലിയാണ്. അവരോടുള്ള നന്ദിയും ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. അതുപോലെ ഈ സിനിമയിലേക്കും എത്തിച്ചേർന്നത് എൻ്റെ ഒരു തമിഴ് സിനിമ ചെയ്തതിന് ശേഷമാണ്. സാറ് തന്നെയാണ് ഈ സിനിമയിൽ എനിക്കൊരു ചാൻസ് തന്നത്. പിന്നെ പത്മകുമാർ സാർ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. കുറേ എന്താ പറയുക, നമ്മളുടെ ഒരു വലിയൊരു കോയിൻസിഡൻസ് കൂടിയാണ് ഈ ഒരു വേദി എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈ ഏരീസിൽ ജോയിൻ ചെയ്തിട്ട് സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ പോയി കണ്ട ഒരു സിനിമ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജലം സിനിമയുടെ ലൊക്കേഷനിലാണ്. അന്ന് പ്രിയങ്കനെയൊക്കെ കണ്ടിട്ട് ഭയങ്കര വണ്ടറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഓ, പ്രിയങ്ക എന്നറിയാം. കാരണം നമുക്ക് വെയിൽ മൂവിയിൽ ആ പാട്ടൊക്കെയാണ് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത്, ആ പ്രിയങ്കയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വളർച്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, ആ സിനിമയുടെ ഡയറക്ടർ പത്മകുമാർ സാറായിരുന്നു. അദ്ദേഹം എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. പിന്നെ അതിലുപരി അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു ചാൻസ് ഉണ്ട്. മാമാങ്കം പോലുള്ളൊരു വലിയ സിനിമയിൽ എന്നെ വിളിച്ച്, നീ ഈ സിനിമയിൽ നിനക്കൊരു ചെറിയൊരു സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ തന്നതിലെ മമ്മൂക്കയുടെ മടിയിൽ കിടക്കുന്ന ഒറ്റ രംഗമാണ് പിന്നീടുള്ള എൻ്റെ സിനിമകളിലേക്ക് എനിക്കൊരു എന്താ പറയുക, ഒരു ചൂണ്ട കൊടുത്തായി മാറിയത്. അതിനൊരു താങ്ക്സ് സാർ, അത് ഓപ്പണായിട്ട് ഞാൻ പറയുന്നു. പിന്നെ സിവി സാറ് കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കിരീടത്തില് കണ്ണീർ പൂവിൻ്റെ എന്നുള്ള പാട്ട് ഞാൻ ഒരുപാട് സ്റ്റേജുകൾ പാടിയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. സാറ് ഇനി സിനിമയൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു ചാൻസ് തരണമെന്നും കൂടെ ഈ വേദിയിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചിട്ടുള്ള നമ്മുടെ കലാനിലയം ഏരീസിന്റെ ഭാഗമായിട്ടുണ്ട്. ഇനി അത് ഏരീസ് കലാനിലയം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇനിയും ഒരു ഡ്രാമ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരികയാണ്. അതിനും ഈ പറഞ്ഞതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ആക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ പറയും, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ അഭിനയിക്കാൻ നടക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പാരലലി നമ്മുടെ ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ സിനിമയും ഡ്രാമയും നമ്മുടെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് നമ്മളത് അച്ചീവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം എന്നുകൂടെ ഒരു സിമ്പിളാണ് ഈ ഏരീസ് കലാനിലയത്തിലൂടെ നമ്മളും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അതിൻ്റെയും ഭാഗമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ ഏരീസിന്റെ ഒരുപാട് പടങ്ങളും അതുപോലെ ഓരോ വർഷങ്ങളും ഇപ്പൊ അഭിനയിച്ച് പറയുന്ന പോലെ ഇതുപോലെ സാറിന്റെ മനസ്സിൽ എപ്പോഴും CSR മൂവി എന്നുള്ളത് മാത്രമാണ്. ഓരോ വർഷവും ഓരോരുത്തരെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഭിനയ ചേച്ചിയുടെ മനസ്സിൽ അങ്ങനെയല്ല, ഒരു വലിയൊരു സാധനം ബോംബ് പൊട്ടിക്കാനല്ല, ചിലപ്പോൾ അഭിനയ ചേച്ചി തന്നെ പൊട്ടിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഒരുപാട് നല്ല സിനിമകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. നല്ല സിനിമകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഈ സിനിമയും നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ളതിൽ എനിക്ക് ഒരു എന്താ പറയാ പറയാനൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു സായാഹ്നം നേരുന്നു. ഈ ഒരു സിനിമയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് എല്ലാവരും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഏരീസ് ഗ്രൂപ്പിൻ്റെ ഒരു ഹോളിൽ നിൽക്കുമ്പോൾ, ഒരു വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും എനിക്കതൊരു പൊതു പരിപാടിയല്ല. ഞാൻ ഏരീസ് ഗ്രൂപ്പിൻ്റെ ഒരു കുടുംബാംഗമാണ്. എൻ്റെ ഒരു ഫാമിലി ഫംഗ്ഷൻ നിൽക്കുന്ന പോലെയാണ്.
കുറേ കാലം, ഒരുപാട് കാലം ഞാൻ ഈ കുടുംബത്തിലൊരു അംഗമായിരുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ടി ഡി ആൻഡ്രൂസും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത, ഞാൻ സംവിധാനം ചെയ്ത, പ്രിയങ്ക അഭിനയിച്ച ജലം എന്നൊരു സിനിമ പൂർത്തീകരിക്കാനും അത് തിയേറ്ററിലെത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ച, ഒരുപാട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട, ഒരുപാട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ശ്രീ സോഹൻ സാറിനോട് ഈ അവസരത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് നൽകിയ അവസരം പോലെ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാർക്ക് ഏരീസ് ഗ്രൂപ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച കലാഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കലാകാരന്മാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യം. അത് സോഹൻ സാറിൻ്റെ മനസ്സിലെ കലാഹൃദയം കൊണ്ട് മാത്രമാണ് ഇത്തരം കലാകാരന്മാരെ കണ്ടെടുക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നത്. ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന, ഈ ഏരീസ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവർ ഓരോ സിനിമയുടെ ഓരോ രംഗത്തും, അത് ടെക്നിക്കലായാലും അഭിനയ രംഗത്തായാലും ഓരോരുത്തരും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകാറുണ്ട്. അത്തരം കലാകാരന്മാരെ കണ്ടുപിടിച്ച് അവരെ സ്വന്തം ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ സോഹൻ സാർ കാണിക്കുന്ന ഒരു താല്പര്യം ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഒന്നുകിൽ മികച്ച കലാകാരന്മാർ സാറിനെ തേടി ഇങ്ങോട്ട് വരുന്നു, അല്ലെങ്കിൽ സാറിൻ്റെ അടുത്തെത്തുന്ന ഓരോരുത്തരും കലാകാരന്മാരായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത്. കാരണം ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് മികച്ച സിനിമകൾ ഏരീസ് ഗ്രൂപ്പിൽ നിന്നുണ്ടാവട്ടെ. അതിനുള്ള അവസരങ്ങൾ നൽകാൻ സാറിനും സാറിൻ്റെ കുടുംബത്തിനും സാധിക്കട്ടെ, ഏരീസ് ഗ്രൂപ്പിനും സാധിക്കട്ടെ. ഒരുപാട് മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.